രാജ്യം തിരിച്ചടിച്ചു തുടങ്ങി. അതായത് കൃത്യമായ മറുപടി രാജ്യം നൽകുന്നുണ്ട്. ഇതിനിടയ്ക്ക് നിർണായകമായ ചില വിവരങ്ങൾ വരുന്നുണ്ട്. ഒരു വീഡിയോഗ്രാഫർ പകർത്തിയ ചിത്രങ്ങളിൽ പാക് കമാൻഡറും കശ്മീരിൽ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണേണ്ട കാര്യമാണ്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഭീകരവാദികൾ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട കൃത്യമായ ദൃശ്യങ്ങൾ കശ്മീരിയായ ഒരു യുവാവാണ് പകർത്തിയത്. ഇയാൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയും ഇക്കാര്യം NIA അറിയിക്കുകയും ചെയ്തു. അത് NIA ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഇപ്പോഴും കശ്മീരിൽ ഇന്ത്യൻ സൈന്യവും തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. അതെവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും സൈന്യം പുറത്തുവിടുന്നില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും തന്നെ നമ്മളും കൂടുതൽ സംസാരിക്കാനും പാടില്ല. കാരണം രാജ്യസുരക്ഷയാണ് വരുന്നത്. നമുക്ക് ചില നിർദ്ദേശങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം അനുസരിച്ച് 4 പേര് 2 സൈഡിൽ നിന്ന് തോക്കുമായിട്ട് ഈ വിനോദസഞ്ചാരികളുടെ ഇടയിലേക്ക് വരികയും പിന്നീട് അവർ ആക്രമണം നടത്തുകയുമായിരുന്നു. ഈ 4 പേരിൽ 2 പേര് കാശ്മീരികളാണെന്ന് വെച്ചാൽ പ്രദേശവാസികളാണ്. മറ്റ് 2 പേര് അഫ്ഗാൻ അതിർത്തിയിലാണ്, അതായത് പഷ്തൂൺഖ മേഖലയിൽ നിന്നുള്ളവരാണെന്നാണ് പറയുന്നത്. ഭാഷ സംസാരിക്കുന്നവരുമാണ്. അതെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഭാഗത്തു നിന്ന് ഇവർ റിക്രൂട്ട് ചെയ്ത ആൾക്കാരാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് നേതൃത്വം നൽകിയ ആള് പാക് കമാൻഡോയാണെന്നാണ്. ഹാഷിം മൂസ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ പാകിസ്ഥാനിലെ പാരാ കമാൻഡോയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിച്ചു. പിന്നീട് ലഷ്കർ-e തോയ്ബ ഇയാളെ ക്യാൻവാസ് ചെയ്ത് അവരുടെ സംഘത്തിൽ ഉൾപ്പെടുത്തി. ഇയാൾ ഉൾപ്പെടെ 2 പേര് ഒരു 1.5 വർഷമായിട്ട് ഈ കാശ്മീർ ഭാഗത്തേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും അവിടുത്തെയുള്ള തദ്ദേശവാസികളുമായിട്ട് നല്ല ബന്ധം പുലർത്തിയെന്നും വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കേണ്ടതുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പുറത്തു വിടാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. എങ്കിലും ഹാഷിം മൂസ എന്ന് പറയുന്ന ആളെക്കുറിച്ച് NIAക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ മാത്രമല്ല, നേരത്തെ ഒരു ടണൽ ആക്രമണം നടന്നിരുന്നു. ആ ടണൽ ആക്രമണത്തിലും ഇയാൾ പങ്കാളിയായിരുന്നു എന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് 2024 ഒക്ടോബറിൽ സോനാമാർഗിലാണ് ഈ ടണൽ ആക്രമണം നടന്നത്. അന്ന് ആക്രമണത്തിൽ ഉൾപ്പെട്ട ഒരു ഭീകരൻ ജുനൈദ് അഹമ്മദിനെ സുരക്ഷാ സേന കഴിഞ്ഞ ഡിസംബറിൽ പിടികൂടുകയും ഏറ്റുമുട്ടൽ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇയാളുടെ ഫോൺ അന്ന് ഈ സുരക്ഷാ സേന കൈവശപ്പെടുത്തി. എന്നിട്ട് അത് പരിശോധിച്ചപ്പോഴാണ് ഇയാളുടെ, അതായത് ഈ പാക് കമാൻഡോയുടെ ചിത്രം അതിൽ നിന്ന് തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് ഇയാളുടെ ചിത്രം വെച്ചുള്ള പരിശോധനയിൽ ഈ ആക്രമണത്തിൽ ഇയാളുടെ സാന്നിധ്യം തെളിഞ്ഞത്. അപ്പോൾ ഇയാൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്ന ചില ചിത്രങ്ങൾ ഉൾപ്പെടെ സൈന്യത്തിന്, അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ എന്ത് പ്രവർത്തനമാണ് നടത്തിയത്, ഏത് പ്രവർത്തനമാണ് നടത്തിയതെന്ന് ഔദ്യോഗികമായി പുറത്തു പറയാത്ത സ്ഥിതിക്ക് നമുക്കും അത്തരം കാര്യങ്ങൾ പലതും വിശദീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഭീകരരെ സുരക്ഷാ സേന ഏതാണ്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം 4 സ്ഥലങ്ങളിലാണ് ഇവരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ സൈന്യം നടത്തിയത്. പക്ഷേ ഈ ഏറ്റുമുട്ടൽ നടത്തുമ്പോൾ ഈ ആക്രമണം നടത്തിയ 4 പേർ മാത്രമാണോ? ഇവർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും സഹായം ചെയ്ത ചില ആൾക്കാരുണ്ട്. അതായത് കുതിരസവാരി നടത്തുന്ന ആൾക്കാർ ഉൾപ്പെടെ അത്തരത്തിലുള്ള ആൾക്കാരാണോ ഇവരുടെ കൂടെ ഉള്ളത്? മാത്രമല്ല, ഈ 4 പേരാണ് ആക്രമണം നടത്തിയതെങ്കിൽ ഇവർക്ക് പിന്തുണയുമായി മറ്റ് 5, 6 അല്ലെ 10 പേരുണ്ടാകാം. അവരുടെ ഒളിത്താവളങ്ങളിലായിരിക്കാം ഇവർ കഴിയുന്നത്. മാത്രമല്ല, -10 സെൽഷ്യസിൽ പോലും പുറത്തേക്ക് ഇറങ്ങാതെ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കാതെ ഒരു ഗറില്ല യുദ്ധതന്ത്രത്തിലേക്കാണ് ഇവർ നീങ്ങുന്നത്. മാത്രമല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ജിഹാദാണ്. കൊല്ലപ്പെട്ടാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം പരമാവധി ഇന്ത്യക്കാരെ കൊല്ലുക, അത് മതം ചോദിച്ചാണെങ്കിൽ അങ്ങനെ കൊല്ലുക, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ കൊല്ലുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ആക്രമണം നടത്തിയ സമയത്ത് ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചന അവിടെയുള്ള ചില കച്ചവടക്കാർക്ക്, അവിടെയുള്ള പാർക്കിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക്, കുതിരസവാരി നടത്തുന്ന ആളുകൾക്കൊക്കെ അറിയാമായിരുന്നു. കാരണം ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ഈ ആക്രമണം നടക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് തങ്ങളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്ന് ഒരു കുതിരക്കാരനോട് ആവശ്യപ്പെട്ടു. അയാൾ അവരോട് 4000 രൂപ ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉള്ള സമയത്ത് മുതലെടുക്കാൻ ചിലർ ശ്രമിച്ചു. എല്ലാവരും അങ്ങനെയല്ല. കാരണം ഇടപ്പള്ളി സ്വദേശിയായ ഒരാൾ മരിച്ചത് നമ്മൾ വായിച്ച അയാളുടെ മകൾ ആതിര പറഞ്ഞത്, എന്നെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ചതും ആശുപത്രിയിലേക്ക് എത്തിച്ചതുമൊക്കെ 2 കശ്മീരികളാണ്, എൻ്റെ 2 സഹോദരങ്ങളാണ്. അപ്പോൾ കുറച്ചു പേർ ഇത്തരത്തിലുള്ള തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളെ എതിർക്കുന്നു, കുറച്ചു പേർ അതിനെ അനുകൂലിക്കുന്നു. നേരത്തെ തന്നെ കണ്ടില്ലേ, ഒരാളിങ്ങനെ കയറിൽ തൂങ്ങി പോകുമ്പോൾ ഈ വെടിയൊച്ച കേൾക്കുന്നു. ഈ വെടിയൊച്ച കേട്ടപ്പോൾ അവിടെ നിന്ന് ഉയർന്ന ശബ്ദം എന്താ? തക്ബീർ ചൊല്ലുന്ന ശബ്ദമാണ്. ഇപ്പൊ നമ്മളൊക്കെ ഒരു ദീപാവലിയൊക്കെ ആഘോഷിക്കുമ്പോൾ ഒരു പടക്കം പൊട്ടിയാൽ തന്നെ നമ്മളൊന്ന് നോക്കും എന്താ അവിടെ സംഭവിച്ചതെന്ന്, വെറുതെ എങ്കിലും നമ്മൾ നോക്കും. പക്ഷെ ഈ വെടിയുച്ച കേൾക്കുമ്പോഴും ഇയാളെ ഇതിലേക്ക് ഈ വിനോദസഞ്ചാരിയെ തള്ളി വിട്ടുകൊണ്ട് ഈ വെടിയുച്ച കേൾക്കുമ്പോൾ ഈ പുറകിൽ നിൽക്കുന്ന കശ്മീരി
തക്ബീർ ചൊല്ലുകയാണ്. അള്ളാഹു എന്ന് വിളിച്ചുകൊണ്ട് തക്ബീർ ചൊല്ലുകയാണ്. അതായത് നമ്മുടെ ലക്ഷ്യം പൂർത്തിയാകുന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ 1 വർഷത്തോളം പാക് കമാൻഡർ ഉൾപ്പെടെ ഉള്ളവർ ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്നും വരുന്നവരോട് മതം 8 മാസം മുമ്പ് അവിടെ എത്തിയ വിനോദസഞ്ചാരികളോട് ചിലർ മതം ചോദിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ ഡോക്ടർ ഭാർഗവ റാം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. അപ്പൊ ആ സമയത്ത് അത് കൃത്യമായി നമ്മൾ ഒരുപക്ഷെ അത് ആ രീതിയിലേക്ക് അത് എടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം, അത് വളരെ നിസ്സാരമായി തള്ളിയത് കൊണ്ടായിരിക്കാം ഈ 1.5 വർഷത്തോളം ഇവർ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നുവെന്നും, അത് മാത്രമല്ല 1.5 വർഷത്തോളം ഇവർ കശ്മീരിൽ ഉണ്ടായിരുന്നുവെന്നും കശ്മീരിലെ തന്നെ ചില രാജ്യത്തെ ഒറ്റുന്ന ചില ആളുകളുടെ സഹായം ഇവർക്ക് കിട്ടിയിരുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ കശ്മീരിലെ നല്ലവരായ ജനങ്ങൾ സുരക്ഷിതരായി ഇപ്പോഴും ഇരിക്കുന്നതിൽ അത്ഭുതം തോന്നുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഭീകരിൽ പലരും കയറിയത് അതിർത്തിയിലെ കമ്പിവേലി മുറിച്ചാണ് അതിലൂടെ നുഴഞ്ഞു കയറി എന്നാണ് പറയുന്നത്. അങ്ങനെ നുഴഞ്ഞു കയറി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതികഠിനമായ ശൈത്യം വരുമ്പോൾ നമ്മളുടെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒന്ന് ലൂസ് ആ സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തി ഇവർ കടന്നു കയറുന്നു. അപ്പൊ ഇവർ ഒരു പദ്ധതി നടപ്പാക്കാൻ ദീർഘകാല ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 1-1.5 വർഷം മുമ്പ് തന്നെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം നടത്തണമെന്ന് പറഞ്ഞാണ് ഇവിടെ ഈ സംഭവത്തിലേക്ക് സെറ്റ് ചെയ്തത്. ഇനി പഹൽഗാമിൽ അവിടെ ഒരു പാർക്ക് തുറക്കുന്നു. 19-ാം തീയതിയാണ് ഈ പാർക്ക് തുറന്നത്. ഈ പാർക്ക് തുറന്ന കാര്യം കേന്ദ്ര സർക്കാർ അറിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ ലോക്കൽ സർക്കാർ, അതായത് ജമ്മു കാശ്മീർ ഗവൺമെൻറ് എന്താ പറഞ്ഞത്, അത് ആ സംസ്ഥാനത്തെ ഒരു കാര്യമാണ്, അത് അങ്ങനെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. 19-ാം തീയതി തുറന്ന പാർക്കിൽ 22-ാം തീയതി ആക്രമണം നടത്തുന്നു. അപ്പോൾ അവിടെ കുറേ കച്ചവടക്കാർ വരുന്നു, കുതിര സവാരിക്കാർ വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ആളുകളൊക്കെ അവിടെ വരുമ്പോൾ ഇവരെ കൊണ്ടുവരാൻ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഇത്തരത്തിലുള്ള ആസൂത്രണവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പാക് കമാൻഡറായ ഹാഷിം മൂസ എന്ന് പറയുന്ന ഒരാൾക്ക് നിർണായകമായ ഒരു സ്വാധീനമുണ്ട്. ഇയാൾ പാക് പാരാമിലിറ്ററിയിൽ കമാൻഡോയി പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഇയാൾക്ക് ആ സൈന്യത്തിൻ്റെ പ്രവർത്തനം, അവിടുത്തെ നിർദ്ദേശങ്ങൾ, അവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. ഇയാളെ കൃത്യമായിട്ട് ലഷ്കർ ഇ തോയ്ബ റിക്രൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ലഷ്കർ ഇ തോയ്ബ അവിടേക്ക് നുഴഞ്ഞു കയറി അയാളെ കൊണ്ടുവന്നതാണ്. അങ്ങനെ ആയിരിക്കില്ല. പാകിസ്ഥാൻ ആർമിയും തീവ്രവാദ സംഘടനകളെയും ഒരു എന്താ പറയുക കണ്ണിയിൽ കോർത്ത മുത്തുകൾ പോലെ പ്രവർത്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ISI ആണ്. അപ്പോൾ ISIക്ക് അറിയാം സൈന്യത്തിൽ ആരൊക്കെ വേണം, ആരൊക്കെ തീവ്രവാദ സംഘടനയിൽ വേണം. അപ്പോൾ ഇവരാണ്, ഈ സൈന്യം തന്നെയാണ് ഈ തീവ്രവാദികൾക്ക് പിന്നീട് പരിശീലനം നൽകുന്നത്. അതുകൊണ്ടാണ് നിരവധി ആളുകൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് ഞങ്ങളെന്ന് അവരുടെ ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കിയത്. എന്തിന്? അമേരിക്കയുടെ താല്പര്യപ്രകാരം, ബ്രിട്ടന്റെ താല്പര്യപ്രകാരം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തീവ്രവാദികളെ വളർത്തുന്ന പാകിസ്ഥാൻ ഒരു പക്ഷേ ഈ കമാൻഡോയെ ഈ പറയുന്ന തീവ്രവാദ സംഘടനയ്ക്ക് വിട്ടുകൊടുത്തായിരിക്കും. അപ്പോൾ അവർ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത് ഇയാളെ ഈ കാശ്മീരിലേക്ക് അയക്കുന്നു. അവിടെ നിന്ന് തങ്ങൾക്ക് പറ്റുന്ന ആളുകളെ കണ്ടെത്തി, അല്ലെങ്കിൽ ഈ നേരത്തെ റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളുകളിലേക്ക് പരിശീലനം നൽകി ഒപ്പം നിർത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് പുറത്തേക്ക് വരുന്നത്. സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നവരെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പം പറയാനും കഴിയില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും സൈന്യം, കാരണം നമ്മുടെ രാജ്യസുരക്ഷ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. സൈന്യം എവിടെയാണ് ഏറ്റുമുട്ടുന്നത് എന്ന് പോലും പുറത്തുവിടാത്ത സ്ഥിതിക്ക് നമുക്കത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സൈന്യം തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. ആ തിരിച്ചടി ഈ ഭീകരർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും. എന്തായാലും ഈ കശ്മീരിൽ ഈ ഇത്തരം ആക്രമണം നടത്തിയ ആളുകളെ വെറുതെ വിടില്ല സൈന്യം എന്നുള്ളതിൻ്റെ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു തുടങ്ങി. 4 എണ്ണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രദേശവാസികളായ സഹായിച്ച ജിഹാദികളുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകും.